ഒരു കാട്ടില് ഒരു സിംഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ലയൺ. സിംഹിണി. യെസ്, സിംഹവും സിംഹിണി ഉണ്ടായിരുന്നു. അപ്പൊ കാട്ടിലെ രാജാവാണല്ലോ സിംഹം, അല്ലേ? കാട്ടിലെ രാജാവല്ലേ സിംഹം? ആരോ പറഞ്ഞു കാട്ടിലെ രാജാവാണ് സിംഹം? ബാലമംഗളം പറഞ്ഞല്ലേ? ശരി, അപ്പൊ കാട്ടിലെ രാജാവാണ് സിംഹം. അപ്പൊ സിംഹം ഒരു ദിവസം സിംഹവും ഭാര്യയും കൂടെ വീട്ടിലിരിക്കുകയാണ്. അപ്പൊ മിസ്സിസ് സിംഹിണി, അതെ, കാര്യം മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. സിംഹത്തിന്റെ ഭാര്യ. ഓക്കെ, പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ ഇര പിടിക്കാൻ പോകുമ്പോ, വേട്ടയാടാൻ പോകുമ്പോ രണ്ടുപേരും ഒരുമിച്ചിട്ട് പോകാറുണ്ട്. പക്ഷെ പുള്ളിക്കാരി പ്രഗ്നന്റ് അല്ലേ, റെസ്റ്റ് എടുത്തോണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞു, നീ ഇവിടെ വീട്ടിലിരിക്കി, ഞാൻ പോയിട്ട് 1-2 മാലിന്യൊക്കെ പിടിച്ചിട്ട് വരാം, ഫ്രീ ആയിട്ട് റെസ്റ്റ് എടുത്തിരുന്നോന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ രീതിയിൽ എന്താ സംഭവിക്കുക? വീട്ടിൽ ഇപ്പൊ മനുഷ്യന്മാരെ അവസ്ഥ നോക്കാം, എന്തെങ്കിലും കേട്ടിട്ടുണ്ട് എന്നാ നേരെ പറഞ്ഞതനുസരിച്ചിട്ടില്ല, എന്ത് പറയുന്ന ഓപ്പോസിറ്റ് ചെയ്യല്ലേ എന്ന പോലെ തന്നെ കറക്റ്റ് എന്ന പോലെ തന്നെ വീട് പറഞ്ഞാൽ അത് ശരിയാവില്ല, എനിക്ക് വീട്ടിൽ ബോറടിക്കും, ഞാൻ പുറത്ത് കൂടെ പോലും പറഞ്ഞു. പുള്ളി പറഞ്ഞത് കൂടെ വരണ്ട ഇവിടെ ഇരുന്നോ, അവരെല്ലാം വെച്ചില്ല, എനിക്ക് പറഞ്ഞോ. അങ്ങനെ 2 പേര് ശരി കൂട്ടിയേക്കാം, കുടുംബകലഹം ഒഴിവാക്കാന്ന് വിചാരിച്ച് കൂടെ കൂട്ടി പുറത്തേക്ക് പോയി. അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോ നല്ല വെയിൽ സമയത്ത് സിംഹം പറഞ്ഞു, ആണുങ്ങൾക്ക് എപ്പോഴും കുറച്ച് സ്നേഹവും കരുതലൊക്കെ കൂടുതലാണല്ലോ അല്ലേ? അല്ല, പൊതുവെ അങ്ങനെയല്ല അല്ലേ? അതെ, പൊതുവെ പുരുഷന്മാർക്ക് സ്ത്രീകളോട് അല്ലെങ്കിൽ ഭാര്യമാരോട് അല്ലെങ്കിൽ കാമുകിമാരോടൊക്കെ പ്രത്യേകിച്ച് കരുതൽ കൂടുതലാണ്. ഭാര്യയോട് ഒരു കരുതൽ കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ കരുതൽ പ്രത്യേകിച്ച് ഗർഭിണിയായിരിക്കുമ്പോ ഇത് നിങ്ങളൊന്നും സെന്റിമെന്റൽ അല്ല. ഗർഭിണിയായിട്ടിരിക്കുന്ന ഭാര്യയോട് എപ്പോഴും ഭർത്താക്കന്മാർക്ക് ഒരു കരുതലും ഒരു ഇഷ്ടവും എല്ലാം കൂടുതലായിരിക്കും. അപ്പോ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ കുറച്ച് നാൾ ക്ഷീണിച്ചല്ലേ, തൽക്കാലമായി മരത്തിന്റെ ചോട്ടിലിരിക്കും, ഞാൻ പോയിട്ട് മാലിന്യം പിടിച്ചിട്ട് വരാം, ഇവിടെ റെസ്റ്റ് എടുത്ത് കുറച്ച് നേരം നല്ല കാറ്റൊക്കെ ഉണ്ട്, തണുത്തിരുന്ന് മയങ്ങിക്കോ, അപ്പോഴത്തേക്ക് ഞാൻ മാലിന്യം പിടിച്ച് വരാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ സോപ്പിട്ട് പറഞ്ഞപ്പോൾ സമ്മതിച്ചു. അങ്ങനെയല്ല, അത് സോപ്പിട്ട് പറഞ്ഞാലേ ഒരു കേൾക്കുള്ളൂ, അത് പറഞ്ഞാൽ കേൾക്കൂല, ഒന്ന് വളച്ച് കൂട്ടി അങ്ങനെ പറഞ്ഞൊക്കെ. അപ്പൊ അങ്ങനെ സമ്മതിച്ചുകൊണ്ടിരുന്നു. മൂപ്പര് മാലിന്യം പിടിക്കാൻ വേണ്ടി പോയി. കുറച്ചേരൊക്കെ ഇരുന്നപ്പോ നമുക്ക് മിസ്സിസ് സിംഹിണിക്ക് ബോറടിച്ചു. ഒന്ന് വെറുതെ അവിടെ കറങ്ങി നടന്നു നോക്കിയപ്പോ ഇവർ ഒരു കുന്നിന്റെ മുകളിലായിരുന്നു. താഴോട്ട് നോക്കിയപ്പോ അവിടെ ഒരു താഴ്വാരത്ത് ഒരു കൂട്ടം ആടുകൾ മേഞ്ഞ് നടക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോ സിംഹിണിക്ക് ഒരു ഭൂതി, ആള് വരുമ്പോഴത്തേനും ഒരു സർപ്രൈസ് കൊടുത്താലോ. അങ്ങനെ ചിന്തിച്ചു, ആള് വരുമ്പോഴത്തേക്കും ഒരു സർപ്രൈസ് കൊടുത്തേക്കാം, ഒരു 1-2 ആടിനൊക്കെ പിടിച്ചുകൊണ്ട് റെഡിയാക്കി വെച്ചു. ആള് വരുമ്പോൾ അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നേരെ ഈ കുന്നിന്റെ മുകളിൽ താഴോട്ട് ആട്ടുംകൂട്ടത്തിൽ ലക്ഷ്യമാക്കി ചാടി. കൂട്ടത്തിലേക്ക് ചാടി, അവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് ചാടിയതാണ്. പക്ഷെ ഈ ഗർഭിണി ആയതുകൊണ്ടും ചാട്ടത്ര ഷാർപ്പായില്ല. ജസ്റ്റ് ആടുകളാണെങ്കിൽ ജീവനും കൊണ്ട് ഓടുകയും ചെയ്തു. ഈ പാവം പ്രഗ്നന്റ് ആയ സിംഹിണി പാറയിൽ തലയടിച്ചു വീണു, സ്പോട്ടിൽ തന്നെ മരിച്ചു. പൂർണ്ണ ഗർഭിണി ആയതുകൊണ്ട് തന്നെ പ്രസവ സ്പോട്ടിൽ കഴിഞ്ഞു. 4 കുട്ടികളായിരുന്നു. 3 കുട്ടികൾ സ്പോട്ടിൽ മരിച്ചു, ഒരു കുട്ടി മാത്രം രക്ഷപ്പെട്ടു. ഒരു സിംഹക്കുഞ്ഞ് മാത്രം രക്ഷപ്പെട്ടു. അപ്പൊ രക്ഷപ്പെട്ട സിംഹക്കുഞ്ഞ് ചുറ്റി നോക്കിയപ്പോ ഒന്നും കാണാനില്ല. ആരും കാണുന്നത് ഒരു കൂട്ടം ആടുകൾ കൂട്ടം കൂടി നടക്കുന്നുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പോ കണ്ടത് കൂട്ടത്തിന് കൂടെ ആ ആടുകളുടെ കൂടെ അങ്ങോട്ട് കൂടി. ആടുകളുടെ കൂടെ കൂടി നോക്കിയപ്പോൾ അതിൽ തന്നെ ചെറിയ കുഞ്ഞാടുകളുണ്ട്. അത് അമ്മ ആടുകളുടെ പാല് കുടിക്കുന്നുണ്ട്, അവർ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഈ സിംഹക്കുഞ്ഞ് പോയിട്ട് ഈ അമ്മ ആടിന്റെ പാലൊക്കെ കുടിച്ചു. അങ്ങനെ ഇവരുടെ കൂടെ അങ്ങോട്ട് കൂടി. ആട് വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, കുഞ്ഞല്ലേ, എന്തെങ്കിലും ആവട്ടെ വിചാരിച്ച് കൂടെ കൂട്ടി.
അങ്ങനെ ഈ സിംഹക്കുഞ്ഞ് ആട്ടുകൂട്ടത്തിന്റെ കൂടെ നടന്ന് ആട്ടിന്റെ കുട്ടികൾ പാല് കുടിച്ചപ്പോൾ പാല് കുടിച്ചു, വെള്ളം കുടിച്ചപ്പോൾ വെള്ളം കുടിച്ചു, ഇല തിന്നപ്പോൾ ഇല തിന്നു, പുല്ല് തിന്നപ്പോൾ പുല്ല് തിന്നു. അങ്ങനെ കൂടെ കൂടി ഈ ആടുകൾ കരയുന്നത് കേട്ട് മേന്ന് കരയുന്നത് കേട്ട് അതേപോലെ തന്നെ ആ രീതിയിൽ കരയാനും പഠിച്ചു. അങ്ങനെ മാസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങളൊക്കെ കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ സിംഹക്കുഞ്ഞ് വളർന്ന് ഒരു ഒത്ത സിംഹമായിട്ട് മാറി. അപ്പൊ ആടുകളുടെ ഇടയിൽ നോക്കുമ്പോൾ ഇവൻ ആളൊരു ആചാരബാഹു എന്ന് പറയാം, വലിയൊരു ജീവി. അപ്പൊ ഇവൻ ആടുകള് എന്തൊക്കെയാണ് കഴിക്കുന്നത്, എന്തൊക്കെയാണ് കുടിക്കുന്നത്, എങ്ങനെയാണോ ലൈഫ് സ്റ്റൈൽ അതേപോലെ തന്നെയാണ് ഇവൻ. കാരണം വേറെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കാട്ടിലെ മറ്റു സിംഹങ്ങൾ വേട്ടയാടാനായിട്ട് ഇറങ്ങിയപ്പോൾ അവർ കണ്ടു ഒരു ആട്ടിൻകൂട്ടത്തിന്റെ ഇടയിൽ നമ്മളെ കൂട്ടത്തിൽ ഒരുത്തൻ അവരെ കൂടെ നടക്കുന്നു. എന്നിട്ട് അവരുടെ ആടുകൾ കരയുന്ന പോലെ മേലെ കരയുന്ന സിംഹം. ഇത് കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര കൗതുകമായി, ഭയങ്കര ആശ്ചര്യം. ഇത് നമ്മളെ കൂട്ടത്തിൽ ഒരുത്തൻ ആടുകളുടെ കൂടെ നടക്കുക ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അവർ എല്ലാവരും കൂടെ പെട്ടെന്ന് മീറ്റിംഗ് കൂടി ഇവനവിടുന്ന് പൊക്കണം എന്നുള്ള തീരുമാനം എടുത്തു. എല്ലാവരും ഒരുമിച്ച് അവനെ പിടിച്ച് പൊക്കി. ആട്ടിൻകൂട്ടത്തിന് ആ സിംഹത്തിനെ പൊക്കിയിട്ട് അവനെ കൊണ്ടുവന്നിട്ട് നദിയുടെ കരയിൽ നിർത്തി വെള്ളത്തിലേക്ക് കാണിച്ചു കൊടുത്തിട്ട് പ്രതിബിംബം കാണാമോ, നിറന്ന് കാണുന്ന പോലെ നോക്കിയപ്പോ പറഞ്ഞതാ, കണ്ടില്ലേ, നീ ഞങ്ങളെ പോലത്തെ സിംഹമാണ്. ഈ ആടുകളുടെ കൂടെ നടക്കണ്ട ഒരു ആടം വന്നത് നീ ഞങ്ങളെ പോലത്തെ സിംഹം. കാടിനെ ഭരിക്കണ്ട, അല്ലെങ്കിൽ ഗർജിക്കണ്ട, അല്ലെങ്കിൽ കാട്ടിലെ ഏറ്റവും ശക്തനായിട്ടുള്ള മൃഗം, അതാണ് നീ ഞങ്ങളെ കൂട്ടത്തിൽ ഒരുത്തനാണ് എന്ന് പറഞ്ഞ് ഇവനെ കൂടെ പിടിച്ചുകൊണ്ട് പോയി. ആരുടെ എന്ത് മനസ്സിലായി? എന്താ സംഭവിച്ചത്? എന്താ ഇവിടുത്തെ ആടാരാ, സിംഹാരാ? നമ്മുടെ ഇവിടെ നമ്മൾ ഓരോരുത്തർ ആരാ? യഥാർത്ഥത്തിൽ ആരാ? പക്ഷെ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താ? ഇതെങ്ങനെ സംഭവിച്ചു? യഥാർത്ഥത്തിൽ നമ്മളെപ്പോഴും പറയാറുണ്ട്, വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രം ലൈഫിൽ സക്സസ് ആകുമ്പോൾ, കോടീശ്വരന്മാരും കോടീശ്വരികളായിട്ട് മാറുമ്പോൾ, വളരെ ചുരുക്കം ആളുകൾ മാത്രം അത്തരത്തിൽ സക്സസ് ആകുമ്പോൾ വലിയൊരു ശതമാനം ആളുകളും സാധാരണക്കാരൻ പോലെ ഇവിടെ ജീവിച്ച് മരിച്ച് ഇല്ലാതായി പോകുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ ഈ ചുരുക്കം ചില ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഇതുപോലെ ഇവിടെ ഈ ചുരുക്കം ചില ആളുകൾക്ക് സംഭവിക്കുന്നത് എന്താ? അവർ പവർഫുൾ ആണെന്നും അവർക്ക് പലതും നേടാൻ കഴിയുന്നു, അവർ ശക്തരാണെന്നും എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുന്നത് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമാണ്. ഒരു കോടീശ്വരിക്കും വലിയ തലയുള്ളത് കൊണ്ടോ, 4 കൈയുള്ളത് കൊണ്ടോ, 4 കാലുള്ളത് കൊണ്ടോ, ഭയങ്കര ബുദ്ധി കൂടിയത് കൊണ്ടോ ഒന്നുമല്ല അവരൊന്നും റിച്ചാവുന്നത്, ധനികരാവുന്നത്. എന്താ സംഭവിച്ചത്? അതല്ലെങ്കിൽ ഈ ചെറിയ ഒരു ശതമാനം ആളുകൾ മാത്രം സക്സസ് ആവാനും, അല്ലെങ്കിൽ ഒരു സിംഹത്തെ പോലെ ആ ഒരു പ്രൗഢിയോടുകൂടെ ജീവിക്കാനും, ഭൂരിഭാഗം ആളുകളും ഈ ആടുകളെ പോലെ മറ്റുള്ളവർക്ക് ഇരയായിട്ട് മാറാനും, അല്ലെ ആടുകളൊക്കെ ഇന്നല്ലെങ്കിൽ ആളെ കഴുത്തിൽ കത്തി വെക്കുമല്ലോ, അങ്ങനെയായി മാറാനുള്ള കാരണം എന്താ? ഇവർ യഥാർത്ഥത്തിലുള്ള ഇവരുടെ ശക്തി എന്താണെന്നുള്ളത് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ആരും ഉണ്ടായിട്ടില്ല. സത്യത്തിൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആരാ? യഥാർത്ഥത്തിൽ ഓരോ യൂസഫ് അലിയും, ഓരോ കൊച്ചൂസഫ് ചിറ്റലപ്പള്ളിയും, ഓരോ ജോയി ലുക്കാസും, ഓരോ എലൻ മസ്കും, ഓരോ ജെഫ് ബെസോസും എല്ലാം ബില്യണേഴ്സാണ്. പക്ഷേ തിരിച്ചറിഞ്ഞില്ല. പാവം നമ്മളെ ആ സിംഹകുഞ്ഞിന് എന്താ സംഭവിച്ചത്? അവന് തിരിച്ചറിവുണ്ടായിരുന്നില്ല. തിരിച്ചറിവ് കിട്ടിയപ്പോൾ അവർ കൂടെ കൂടി. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ നിങ്ങൾ ഓരോരുത്തരും, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ജനിച്ചു വീണപ്പോ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് എന്താ പറഞ്ഞത്? മാതാപിതാക്കൾ എന്താ പറഞ്ഞു? പഠിച്ച് വലുതായി ഒരു ജോലിക്കാരനാവണം, അല്ലെങ്കിൽ വലിയ ജോലി നേടണം, ജോലിക്കാരിയാവണം. മാതാപിതാക്കൾ അത് പറഞ്ഞു, ബന്ധുക്കൾ അത് തന്നെ പറഞ്ഞു, അധ്യാപകരും അത് തന്നെ പറഞ്ഞു, നാട്ടുകാരും അത് തന്നെ പറഞ്ഞു, കൂട്ടുകാരും അത് തന്നെ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു വലുതാവുമ്പോൾ നല്ല രീതിയിൽ പഠിക്കണം, വളർന്ന് വലുതായി നല്ലൊരു ജോലി നേടണം. ഇതുകൊണ്ടല്ലേ മറ്റേ സിംഹകുഞ്ഞിമേ എന്ന് പറഞ്ഞ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളൂ? ജോലിക്കാരനാവണം, ജോലിക്കാരി
നന്നായിട്ട് ജീവിക്കണം, ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ആരെങ്കിലും പറഞ്ഞോ നീ വളർന്ന് വലുതായി വലിയൊരു പൊളിറ്റീഷ്യൻ ആവണം, ഒരു ഫിലിം സ്റ്റാർ ആവണം, ഒരു ബില്യണർ ആവണം, ഒരു ബിസിനസ്സുകാരനാവണം, ബിസിനസ്സുകാരി ആവണം, കോടീശ്വരനാവണം, കോടീശ്വരി ആവണം? ഇല്ല, പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞത് എന്ത് സംഭവിച്ചാല്? ഒരു പക്ഷെ ആയാലേ അതാവാതെ